നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ധ്യാനചിന്തയിലേക്ക് സ്വാഗതം. നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ അപകടങ്ങൾ പതിയിരിക്കുന്നു എന്ന കാര്യം മറന്നു പോകരുത്. അവയിൽ പെട്ടുപോകാതിരിക്കുവാൻ നാം വളരെ മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്, നാം എടുത്തു വരുന്നുമുണ്ട്. ഉദാഹരണത്തിന്, വനമേഖലയിൽ താമസിക്കുന്നവർ വന്യജീവികളുടെ ആക്രമണം മുൻകൂട്ടി കണ്ടുകൊണ്ട് ചില ക്രമീകരണങ്ങൾ ചെയ്യാറുണ്ട്. ഗവൺമെൻറ്റും അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ പലപ്പോഴും അശ്രദ്ധ നിമിത്തം വന്യമൃഗങ്ങളുടെ മുൻപിൽ പെടുകയും ചിലർ അവയുടെ ആക്രമണ നിമിത്തം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളാണത്. എന്നാൽ ചിലരൊക്കെ വളരെ ബുദ്ധിപൂർവം അല്ലെങ്കിൽ ഏതോ നിലയിൽ അവർ ഓടി രക്ഷപ്പെടുന്നതായിട്ടും ആ വാർത്തകളിൽ കൂടെ കേൾക്കാറുണ്ട്. ഇതുപോലെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു മഹാവിപത്താണ് പാപം. ബൈബിൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. സ്വന്തം സഹോദരനെതിരായി നീരസപ്പെട്ട കയീനെ ദൈവം മുന്നറിയിപ്പ് കൊടുക്കുന്നതായി ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതുമെന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. ഉൽപ്പത്തി 4:6-7 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് ചെവിക്കൊള്ളാതിരുന്ന കയീൻ സ്വന്തം സഹോദരനെ കൊല്ലുവാൻ ഇടയായി. അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ കൊലപാതകനായിട്ട് മാറി. ജോസഫ് എന്ന യൗവനക്കാരൻ പൊത്തിഫറിൻ്റെ ഭാര്യയുടെ പ്രലോഭനങ്ങളിൽ കുടുങ്ങാതെ ചെറുത്തുനിന്നു. ലോകപ്രകാരം അവന് വലിയ പീഡനങ്ങൾ അത് മുഖാന്തരം ഏൽക്കേണ്ടി വന്നു. എന്നാൽ ദൈവം അവനെ അനുഗ്രഹിച്ചു. മിസ്രയീം എന്ന രാജ്യത്തിൻ്റെ ഉന്നതാധികാരിയായി മാറുവാൻ ഇടയായിത്തീർന്നു. സെയിൻറ്റ് പോൾ ഇപ്രകാരം പറയുന്നു: ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മുഖാന്തരമല്ലോ. ചിലരിത് കാക്ഷിച്ചിട്ട് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവയെ അത് വിട്ട് ഓടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. 1 തിമോഥെയോസ് 6:10-11 വാക്യങ്ങൾ. പെട്ടെന്ന് പണക്കാരനാകുവാൻ ആഗ്രഹിക്കുന്നവർ വലിയ ദുരന്തങ്ങളിൽ പെട്ടുപോയ വാർത്തകൾ നാം ദിനംപ്രതി കേൾക്കാറുണ്ടല്ലോ. അത്തരം ആഗ്രഹത്തെ മുളയിൽ തന്നെ നുള്ളിക്കളയേണ്ടതാണ്. വിഗ്രഹാരാധനയെ വിട്ടോടുവാനായിട്ട് ദൈവവചനം പറയുന്നു. 1 കൊരിന്ത്യർ 10:14 വാക്യം. ദൈവിക മൂല്യങ്ങൾക്ക് പകരം സ്വന്തം താല്പര്യങ്ങൾക്ക് പ്രഥമസ്ഥാനം കൊടുക്കുന്നതിനെയാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. അത് വിട്ടാൽ മാത്രം പോരാ, ഓടണം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ലോകത്തിലെ താൽക്കാലിക നേട്ടങ്ങൾക്ക് പിന്നാലെ പോകുന്നത് അപകടകരമാണ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇവ വിട്ടോടേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഈ ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കുവാൻ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. അതിനെ മനസ്സ് പുതുക്കേണ്ടത് ആവശ്യമാണ്. യൗവനമോഹങ്ങളെ വിട്ടോടുവാൻ ബൈബിൾ പറയുന്നുണ്ട്. ലൈംഗിക വൈകൃതങ്ങൾ ജീവിതത്തെ മലീമസമാക്കും. അതുകൊണ്ട് പ്രായഭേദമന്യേ എല്ലാവരും ഇതിൽ നിന്ന് പിന്തിരിയണം എന്നല്ല, അതിനേക്കാൾ ഉപരിയായി വിട്ടോടണം എന്നാണ് വചനം ഓർപ്പിക്കുന്നത്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓടുവാനായി വചനം ആഹ്വാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പാപത്തോട് ഒരു കോംപ്രമൈസും പാടില്ല. പാപം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും. അതുകൊണ്ട് പാപത്തെ വിട്ടോടാം, അല്ലെങ്കിൽ അത് നമ്മെ നശിപ്പിക്കും. ഗോഡ് ബ്ലെസ് യു. ലോകത്തിൻ മോഹത്തിൻ പിറകെ ഓടി നിൻ ജീവിതം പാഴാക്കല്ലേ. ശ്രേഷ്ഠമായുള്ളൊരു നിത്യതയ്ക്കായി പ്രത്യാശയോടെ നാം ജീവിച്ചിടാം.